ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്തകൾ. പുനലൂരിൽ കാറിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. 2 പേർക്ക് പരിക്ക്. മരണപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശി ജോയി. അഞ്ചലിൽ നിരോധിത പാൻ മസാലയുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് തമിഴ്നാട് സ്വദേശികൾ. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. 80 സ്കൂളുകളിൽ നിന്നായി 4000-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. പുനലൂർ ചെമ്മന്തൂരിൽ കാറിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശി ജോയി എന്ന 49-കാരനാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി 7:30 ചെമ്മന്തൂർ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. മണിയാർ അഷ്ടമംഗലം അരുണോദയത്ത് വീട്ടിൽ അനന്ത് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അനന്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര ഇഞ്ചക്കാട് കൊച്ചുചെരുവിള വീട്ടിൽ ജോയിക്കുട്ടി എന്ന 49-കാരനാണ് അപകടത്തിൽ മരിച്ചത്. നടന്നു പോവുകയായിരുന്ന 2 പേരെയാണ് കാർ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പുനലൂർ MLA റോഡിന് സമീപം താമസക്കാരനായ ഹനീഫെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതേ കാർ പുനലൂർ കോളേജ് ജംഗ്ഷനിലും അപകടമുണ്ടാക്കി വരുന്ന വഴിക്കാണ് ചെമ്മന്തൂരിൽ 2 പേരെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇതിൽ പരിക്കേറ്റയാൾ പുനലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാവിലെ പോലീസ് അപകടസ്ഥലം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു. സയന്റിഫിക് വിദഗ്ധരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭ നടപ്പിലാക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയായ തൂവൽ സ്പർശത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. നഗരസഭയിലെ 35 വാർഡുകളിൽ ബുധനാഴ്ച ക്യാൻസർ നിർണയ ക്യാമ്പുകൾ നടക്കും. നഗരസഭ നടപ്പിലാക്കുന്ന സമഗ്ര ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയായ തൂവൽ സ്പർശത്തിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച സ്കൂളുകളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചത്. നഗരസഭയിലെ എല്ലാ സ്കൂളുകളും എക്സിബിഷനിൽ പങ്കാളികളായി. ക്യാൻസറിനെതിരെയുള്ള ബോധവൽക്കരണവും സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളുമെല്ലാം കുട്ടികൾ തന്നെ പ്ലക്കാർഡുകൾ തയ്യാറാക്കി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചു. നഗരസഭാ അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും സ്കൂളുകൾ സന്ദർശിച്ചു. സേ നോ ടു പ്ലാസ്റ്റിക്, ഫൈറ്റ് അഗൈൻസ്റ്റ് ക്യാൻസർ എന്ന സന്ദേശമുയർത്തിയാണ് നഗരസഭ സമഗ്ര ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയായ തൂവൽ സ്പർശം നടപ്പിലാക്കുന്നത്. തൂവൽ സ്പർശത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വീടുകളിൽ ദീപം തെളിയിക്കൽ ഉണ്ടാകും. നഗരസഭയിലെ 35 വാർഡുകളിലും ബുധനാഴ്ച മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കും. ക്യാമ്പുകൾക്ക് വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നഗരസഭയുടെ തൂവൽ സ്പർശം പദ്ധതിയുടെ ഭാഗമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ക്യാൻസർ വിവിധ വശങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു സെമിനാർ. തിങ്കളാഴ്ച രാവിലെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു ക്യാൻസർ വിവിധ വശങ്ങൾ എന്ന വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചത്. പുനലൂർ നഗരസഭ നടപ്പിലാക്കുന്ന സമഗ്ര ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയായ തൂവൽ സ്പർശത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സെമിനാർ. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ക്യാൻസറിന് ഒരു സംസ്കരണത്തിന്റെ പ്രതിസന്ധി, കേരളത്തിലെ ക്യാൻസറിന് ഒരു കാരണമാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നത്, വേസ്റ്റിന് ഹാർഡ് മെറ്റൽസ്, ഇതെല്ലാം അപകടമാണെന്ന് തോന്നിയിട്ട് വരുന്ന തലമുറ അതിനെക്കുറിച്ചൊരു ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി ഇന്നൊരു
വിപുലമായ സ്കൂൾ ലെവൽ എക്സിബിഷൻ ഇതിന് പാരലായിട്ട് നടന്നു വരികയാണ്. നാളെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സേ നോ ടു പ്ലാസ്റ്റിക് എന്ന ഫൈറ്റ് അഗൈൻസ്റ്റ് ക്യാൻസർ ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു റാലി പുനലൂർ പട്ടണത്തിൽ ഒരു കൂട്ടയോട്ടം നടക്കും. 7-ാം തീയതി പുനലൂരിലെ എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ആരോഗ്യ ദീപം തെളിയിക്കും. 8-ാം തീയതി 35 വാർഡ് കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ ക്യാൻസർ രോഗ നിർണയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ചീനാഥ് അധ്യക്ഷനായി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർ ഷാ സ്വാഗതം പറഞ്ഞു. NRHM ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഹരികുമാർ മുഖ്യ അതിഥിയായിരുന്നു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ കലാവതി, വട്ടപ്പാറ PMS ഡെന്റൽ കോളേജിലെ ഡോക്ടർ TT ശിവകുമാർ, ഡോക്ടർ വരുൺ, ഡോക്ടർ നിഷാസാം, ഡോക്ടർ സുദീപ് സുധാകർ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, മാധ്യമപ്രവർത്തകർ, ക്യാൻസർ ബാധിതരുടെ ബന്ധുക്കൾ തുടങ്ങി നിരവധി ആളുകൾ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കോൺഗ്രസ് നേതാവ് S രജിരാജ് പ്രവർത്തകരോടൊപ്പം BJPയിൽ ചേർന്നു. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ മനമെടുത്താണ് പാർട്ടി വിട്ടതെന്ന് രജിരാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് പുനലൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ചു വന്നിരുന്ന S രജിരാജ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. AISFലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തിയ രജിരാജ് CPI ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്ന് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. AYF നേതാവായും പ്രവർത്തിച്ചു. ഇതിനുശേഷമാണ് കോൺഗ്രസിലെത്തിയത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ മനം മടുത്താണ് പാർട്ടി വിടുന്നതെന്ന് രജിരാജ് അറിയിച്ചു. ഗ്രൂപ്പ് വളർത്തി സ്വന്തം പാർട്ടി നേതാക്കളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളതെന്നും രജിരാജ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കോൺഗ്രസിനെ കുറിച്ചുള്ള വിലയിരുത്തലുകളെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ആകെ നടക്കുന്നത് പാർട്ടിയിലെ എതിരാളികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ്. രാഷ്ട്രീയമായി എതിർച്ചയിൽ നിൽക്കുന്നവരോട് കൈകോർത്തുകൊണ്ട് പാർട്ടിയിലെ ഗ്രൂപ്പിൽ എതിർഭാഗത്ത് നിൽക്കുന്നവരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മാത്രമാണ് ആ പാർട്ടിയിൽ നടക്കുന്നത്. അത് ദേശീയ അടിസ്ഥാനത്തിലായാലും ശരി തന്നെ, സംസ്ഥാന അടിസ്ഥാനത്തിലായാലും ശരി തന്നെ, പ്രാദേശിക അടിസ്ഥാനത്തിലായാലും. ഒരു കാര്യം പറയണമല്ലോ, CPIയിൽ നിന്ന് പോയെങ്കിലും ഞാനിപ്പോഴും പറയുന്നത് കോൺഗ്രസിനെയൊക്കെ അപേക്ഷിച്ച് 100 മടങ്ങ് മെച്ചപ്പെട്ടതാണ്. ആ പാർട്ടിയുടെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള അവരുടെ ബന്ധമാണ്. ആ ബന്ധത്തിൽ ആ പാർട്ടി സമീപകാലത്ത് തന്നെ ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിലും ഈ തമിഴടിക്കുന്ന കോൺഗ്രസിനേക്കാളുള്ള ഒത്തിരി ഭേദമായിരുന്നു ആ പാർട്ടി എന്ന് പറയാതെ പോവുക ഫലമായി. ഇവിടെ കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക രാഷ്ട്രീയം ഞാൻ ദേശീയ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നതൊക്കെ പ്രസ് റിലീസിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നു. സമീപകാലത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് അനുകൂലത്തിന് അനുരോധമായിട്ടുള്ള ജനനിലപാട് ബാലറ്റ് പേപ്പറിലൂടെ ജനങ്ങൾ തെളിയിച്ചു. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ നോട്ട് നിരോധനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റിനെതിരായിട്ട് ഉയർത്തിവിട്ട വലിയ ആക്ഷേപ സ്വരങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് BJPയും കേന്ദ്ര സർക്കാരും ആ തെരഞ്ഞെടുപ്പുകളിലെ ബൈ ഇലക്ഷനുകളിലെല്ലാം വലിയ നേട്ടം കൈവരിച്ചു. ജനങ്ങളുടെ ഒരു വികാരത്തിന്റെ പ്രതിഫലനമാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീ ഭാരതിയുടെ ശശി മത്സരിച്ച തെരഞ്ഞെടുപ്പ്, ശ്രീ ഹിദുർ മുഹമ്മദ് മത്സരിച്ച തെരഞ്ഞെടുപ്പ്, ശ്രീ ജോൺസൺ അബ്രഹാം മത്സരിച്ച തെരഞ്ഞെടുപ്പ്, ഒടുവിൽ ഈ ഡോക്ടർ യൂനിസ് കുഞ്ഞ് മത്സരിച്ച ഇതിലെല്ലാം വില്ലൻ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന ഒരാള് ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന UDFന്റെ അവസാന നാളുകൾ, UDF ഭരണത്തിന്റെ അന്ത്യം കുറിച്ച നാളുകൾ എന്ന് പറയും. അവസാനത്തെ ഏതാണ്ട് 2 വർഷം ഉമ്മൻചാണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിപ്പൊത്തി ആ ഗവൺമെന്റിനെ ഒരു വിധം നയിച്ചതാണ് എന്ന് പറയുന്നതിന് എനിക്ക് വഴിയില്ല. ആ ഗവൺമെന്റിന്റെ അന്തകനായി അവതരിച്ച രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലുള്ള ഭരണകാലയളവിൽ ശ്രീ പുനലൂർ മധുവിടെ ചെയ്തു കൂട്ടിയ വൃത്തികേട് ഈ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചു ശ്രീ സുരേഷ് കുമാർ, ശ്രീ എന്ന് അയാൾക്ക് ചേർത്ത് കൊടുക്കുന്നത് ശരിയല്ല, സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മണ്ടൻ സുരേഷ് എന്ന ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെടുന്ന ഒരു CAയും പൊട്ടൻ ശിവപ്രകാശ് എന്നറിയപ്പെടുന്ന ഒരു SIയും കൂടെ ഇവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായം. പത്രസമ്മേളനത്തിന് അനുരോധമായിട്ടുള്ള വാക്കുകളാണോ എന്ന് ചിലപ്പോൾ മാധ്യമങ്ങൾ എതിരെ സംബോധനയും മറ്റു വാക്കുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായം, ഇവരെ വെച്ച് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായിട്ട് നടത്തിയ നീക്കങ്ങൾ അത്ര മോശമാണ്. ഒരു പൊതുപ്രവർത്തനായിട്ടുള്ള എനിക്ക് കേസുകളൊക്കെ CPI നിന്ന സമയത്തായിരുന്നു. CPI പ്രവർത്തിച്ച സമയത്ത് രാഷ്ട്രീയമായിട്ടുള്ള കേസുകൾ എനിക്കെതിരെ ഉണ്ടായിരുന്നു. ശ്രീ ഭാരതിയുടെ ശശിയോടൊപ്പം ചേർന്ന് നിന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 2015 പുനലൂർ പോലീസ് എന്നെ റൗഡി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി. പുനലൂർ പോലീസ് സ്റ്റേഷനിലെ റൗഡി രജിസ്റ്റർ ഉൾപ്പെടുത്തി ശ്രീ പുനലൂർ മധുവിന്റെ സമ്മർദ്ദപ്രകാരം, നിർബന്ധപ്രകാരം.
ശ്രീ ഭാരതിപുരം ശശിയോടൊപ്പം കോൺഗ്രസിൽ നിൽക്കാൻ തീരുമാനിച്ചത് ശ്രീ ഭാരതിപുരം ശശി ഒരു ആണായതുകൊണ്ട്. പാർട്ടി വിടുമ്പോഴും ആ നേതാവ് ഒരു ആണാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം. ഒരു പുരുഷനായ നേതാവ് എന്നുള്ളതിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക്, അറിവ് ഉള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ശ്രീ ഭാരതിപുരം ശശി ഇപ്പോഴും ഞാൻ തോന്നുന്നു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം രാജ്യപുരോഗതിയെ മുൻനിർത്തിയാണെന്നും പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും രജിരാജ് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് താനും തന്നോടൊപ്പമുള്ള പ്രവർത്തകരും BJPയിൽ ചേരുന്നതെന്നും രജിരാജ് അറിയിച്ചു. രജിരാജിന് പുറമെ INTUC മുൻ മണ്ഡലം പ്രസിഡന്റ് അയ്യപ്പരാജ്, കോൺഗ്രസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം സദാശിവനാചാരി, ശിവജി, റിനു, BJP നിയോജകമണ്ഡലം സെക്രട്ടറി P ബാനർജി, മുനിസിപ്പൽ പ്രസിഡന്റ് രഞ്ജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചലിൽ നിരോധിത പാൻ മസാലയുമായി 2 അംഗ സംഘം അറസ്റ്റിലായത് തമിഴ്നാട് ചെങ്കോട്ട സ്വദേശികളായ പോൾ രാജും ബിജുരാജും. ഉള്ളിച്ചാക്കിന്റെ ഇടയിൽ 27,000-ഓളം പാൻ മസാല പാക്കറ്റുകൾ കടത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു സംഘം അറസ്റ്റിലായത്. വിപണിയിൽ ഇവയ്ക്ക് ഏകദേശം 5.5 ലക്ഷത്തോളം രൂപ വില വരുമെന്നും അഞ്ചൽ SI രതീഷ് KC പറഞ്ഞു. കൺട്രോൾ റൂമിൽ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയ പോലീസ് കൺട്രോൾ റൂമിൽ നിന്നാണ്. അത് പ്രകാരം കാലത്ത് ചെക്കിന് ഇറങ്ങി ഏകദേശം 7:45 കഴിയുന്നതോടുകൂടി നമ്മൾ മാർക്കറ്റ് ജംഗ്ഷനിൽ ചേസ് ചെയ്താണ് വണ്ടി. അപ്പോൾ ഒരു മഹീന്ദ്ര ദോസ്ത് വണ്ടി TN 76 AC 2081 എന്നൊരു വണ്ടിയിൽ സബോള മാത്രമാണ് കൊണ്ടുവരുന്നത്. സബോള ചാക്കിന് അടിയിലായിട്ട്, ചക്കുകൾക്ക് അടിയിലായിട്ട് ഇട്ടൊക്കെയായിരുന്നു ഈ കൊപ്പ, ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. അത് ശംഭുണ്ട്, പിന്നെ ഗണേഷ്, പിന്നെ കൂളിപ്പ്, ലോയൽ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെയാണ്. അങ്ങനത്തെ കൂടുതലൊരു ഏകദേശം ഒരു 27,700 ചില്ലാൻ ചെറിയ പാക്കറ്റുകൾ പൗച്ചുകൾ തന്നെ. അത് മാർക്കറ്റിൽ ഏകദേശം മാർക്കറ്റിൽ അതൊരു 5.5 ലക്ഷം രൂപയുടെ മുതലുണ്ടെന്നാണ് പറയുന്നത്. തിരുനെൽവേലിയിൽ നിന്നുമാണ് ഇവ വാങ്ങിയതെന്നും കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനായി കൊണ്ടുവന്നതാണെന്നും അറസ്റ്റിലായവർ പറഞ്ഞതായി SI പറഞ്ഞു. ഇവയിൽ നിന്നും പാരിപ്പള്ളി, വർക്കല എന്നീ സ്ഥലങ്ങളിൽ 8ഓളം ചാക്കുകൾ ഇറക്കിയെന്നും ബാക്കിയുള്ളവ പുനലൂരിലും തെന്മലയിലും എത്തിക്കാനായി കൊണ്ടുവരികയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. അറസ്റ്റിലായവരുടെ പക്കൽ നിന്നും 3.5 ലക്ഷത്തോളം രൂപയും പിടികൂടിയിട്ടുണ്ട്. അഞ്ചൽ SI രതീഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. യുവ കലാസാഹിതി പുനലൂർ മണ്ഡലം കൺവെൻഷൻ NSS ഹാളിൽ സംഘടിപ്പിച്ചു. വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജു മുഖ്യാതിഥിയായിരുന്നു. CPI മണ്ഡലം സെക്രട്ടറി C അജയ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA PS സുബാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ നമ്മൾ പുനലൂരിൽ പരിശോധിക്കുമ്പോൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ പരിമിതമാണ് എന്നുള്ള ഒരു ആത്മപരിശോധനയാണ്, വിലയിരുത്തലാണ് നടത്തുന്നത്. ഇവിടെ കലാ സാംസ്കാരിക രംഗത്ത് പ്രസക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്.
ഇപ്പോ വർഷാവർഷം നടക്കുന്ന ഒരു പുനലൂർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെയുള്ള പരിമിതമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് കലാ സാംസ്കാരിക മേഖലയിൽ. അതുപോലെ കുറച്ചുകൂടി നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയണം. ഒരു സ്ഥിരമായ പ്ലാറ്റ്ഫോം ഉണ്ടാകണം. ധാരാളം ആളുകളെ കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെടുത്തണം. താല്പര്യമുള്ള ആളുകളെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഒരു സ്ഥിര സംവിധാനം എന്നുള്ള തരത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന നിലയിൽ ഉപകലാ സാഹിത്യയുടെ പ്രവർത്തനങ്ങൾ മാറണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ. വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു മുഖ്യാതിഥിയായിരുന്നു. ജാതി മത ചിന്തകൾക്കും അതുപോലെ തന്നെ വിഭാഗീയ രാഷ്ട്രീയ ചിന്തകൾക്കും എല്ലാം അതീതമാണ് നമ്മുടെ സമൂഹത്തെ ഒന്നിപ്പിച്ച് ഈ വിപത്തുകൾക്കെതിരായി നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള വലിയ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ആവശ്യം. ആ പ്രസ്ഥാനം എല്ലാവരുടെയും പ്രോത്സാഹനം അർഹിക്കുന്നതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായി വന്നാൽ ജനങ്ങളുടെ ഭൂരിപക്ഷം അതിനോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ്. ഭൂരിപക്ഷം അതിനോടൊപ്പം നിൽക്കും. നല്ലതിനോടൊപ്പമാണ് ഭൂരിപക്ഷം നിൽക്കുന്നത്. നമുക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അതിൻ്റെ കൂടെ ആളുകളാണ്, അല്ലെങ്കിൽ ആളില്ല. അങ്ങനെ അല്ലല്ലോ. യഥാർത്ഥം നമ്മൾ പരിശോധിച്ചാൽ നല്ലത് നമ്മൾ ചെയ്യുകയും നല്ലത് പ്രവർത്തിക്കുകയും നല്ലതിനു വേണ്ടി നിൽക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിനോടൊപ്പം ജനങ്ങളുണ്ടാകും, ജനമനസ്സ് അതിനോടൊപ്പമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം തുടക്കത്തിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായാലും പിന്നീടെങ്കിലും ആളുകൾ പറയും അത് നല്ലതായിരുന്നു, യുവകലാ സാഹിത്യം തുടങ്ങി വെച്ച ആ പ്രസ്ഥാനം നന്നായിരുന്നു, അവരങ്ങനെ ആ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹം തെറ്റായ വഴിയിലേക്ക് പോകുന്നതിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. യുവകലാ സാഹിതി ജില്ലാ സെക്രട്ടറി പ്രൊഫസർ അജയൻ, പ്രസിഡന്റ് ബാബു പാക്കനാർ, ജോബോയ് പെരേര, പി കെ മോഹനൻ എന്നിവർ സംസാരിച്ചു. ശ്രീദേവി പ്രകാശിനെ പ്രസിഡന്റായും വിഷ്ണുദേവിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. 11 അംഗങ്ങളടങ്ങുന്ന കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി നടന്നതായ ആരോപണം ശക്തമാകുന്നു. വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്ത്. 2 വർഷം പിന്നിടും മുമ്പേ തകർച്ചയിലായ കെട്ടിടത്തിന്റെ ദുരവസ്ഥയെപ്പറ്റി ലൈവ് വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി വിവിധ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും അഴിമതി നടന്നിട്ടുള്ളതിന്റെ തെളിവാണ് പെട്ടെന്നുള്ള ഈ തകർച്ചയെന്നും KPCC നിർവാഹക സമിതി അംഗം CR നജീവ് പറഞ്ഞു. ആ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ട് എന്ന് വ്യാപകമായ പരാതിയും ജനങ്ങൾക്കും ഞങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യപ്പെട്ടെങ്കിലും ഇന്ന് താലൂക്ക് ഓഫീസിലും സിവിൽ സ്റ്റേഷനിലും ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ന് സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യം അന്തർഭവിച്ചിട്ടുള്ളതും അത് മുഴുവൻ ടൈലുകൾ അടക്കമുള്ളത് ഇളകി മറിഞ്ഞ് കിടക്കുന്നതും അതോടൊപ്പം തന്നെ ചോർച്ച അനുഭവപ്പെട്ടുകൊണ്ട് മഴ പെയ്താൽ അതിനകത്തിരുന്ന് സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. 2-3 വർഷമേ ആയിട്ടുള്ളൂ ഇതിന്റെ ഈ കെട്ടിടം പണി പൂർത്തീകരിച്ച് അതിനകത്ത് പ്രവേശിച്ചിട്ട്. 2-3 വർഷമായ കെട്ടിടം നിർമ്മാണത്തിലെ അഴിമതിയും പിഴവും മൂലം അത് ആകമാനം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ പലപ്പോഴും പെടുത്തിയിട്ടും അതിന് യാതൊരു നടപടി ഉണ്ടാവുകയോ അന്വേഷണം നടത്തുകയോ ഇത് വളരെ മോശമായി പണിഞ്ഞിട്ടുള്ള ആളുകളുടെ പേരിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്തതിന്റെ പേരിലാണ് ഈ ദുർഗതി ഇന്ന് പത്തനാപുരം താലൂക്ക് ഓഫീസിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് അഴിമതിയുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഡിപ്പാർട്ട്മെന്റാണ് നേരിട്ട് ഈ പണി ചെയ്തിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എസ്റ്റിമേറ്റ് എല്ലാം വലിയ എസ്റ്റിമേറ്റുകളൊക്കെ ഉണ്ടാക്കി പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളാണ് അന്ന് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അനാസ്ഥാപരമായി കിടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ താലൂക്ക് ഓഫീസിൽ യാതൊരു വിധമായ പുരോഗതിയും 4ാം നിലയിലേക്കുള്ള കെട്ടിടം പണിയുന്നതിനുള്ള സാഹചര്യവും മറ്റ് ആസ്ഥാന ഓഫീസുകളും കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമവും ഇവിടെ MLAയുടെ ഭാഗത്തുനിന്നോ ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്നോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
നിലവിൽ 2 നിലകളുള്ള കെട്ടിടത്തിന്റെ 1ാം നിലയിൽ വില്ലേജ് ഓഫീസും 2ാം നിലയിൽ താലൂക്ക് ഓഫീസുമാണ് പ്രവർത്തിക്കുന്നത്. ഓഫീസുകളിലെ കക്കൂസുകളിൽ നിന്ന് വെള്ളം പുറത്തു കടന്ന് ഫയലുകൾ നനയുകയും തറയിൽ പാകിയിട്ടുള്ള ടൈലുകൾ ഇളകിയ നിലയിലുമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം സെന്റ് സേവിയേഴ്സ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ഭക്തി നിർഭരമായ റാസ നടന്നു. റാസയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പത്തനാപുരം സെന്റ് സേവിയേഴ്സ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി നടന്ന ഭക്തി നിർഭരമായ റാസയിൽ 100 കണക്കിന് സഭാവിശ്വാസികൾ അണിനിരന്നു. പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാസ ജില്ലാ അതിർത്തിയായ കല്ലിങ്കടവിലെത്തി പള്ളി അങ്കണത്തിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി കലാമത്സരങ്ങൾക്ക് തുടക്കമായി. വിദ്യാഭ്യാസ ഉപജില്ലയിലെ 80 സ്കൂളുകളിൽ നിന്നായി 4000-ഓളം കലാപ്രതിഭകളാണ് കലാമത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇത്തവണത്തെ പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നടക്കുന്നത് പുനലൂർ സെന്റ് ഗ്രേറ്റി സ്കൂളിലാണ്. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം തിങ്കളാഴ്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചർ നിർവഹിച്ചു. നമ്മുടെ യുവജനോത്സവത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം ഉത്സവങ്ങളും മേളകളും ഒക്കെ സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ മറ്റെങ്ങും കേൾക്കാത്തത് ഇവിടുത്തെ അനൗൺസ്മെന്റിലും കേട്ട ആളാണ്. കാരണം വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം ഇതാണ് എന്ന് വിളിച്ചോതിക്കൊണ്ട് ഇതാ ഞങ്ങളുടെ റാലിയും പരിപാടിയും വരുന്നു എന്ന് അതിന്റെ പുറകെയാണ് നമ്മൾ കേട്ടുകൊണ്ട് വന്നത്. എല്ലാം നല്ല ചിട്ടയായി തന്നെ കാര്യങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം അത് തന്നെയാണ്, ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്, കുട്ടിയുടെ പൂർണ്ണമായ വികാസം. ആ പൂർണ്ണമായ വികാസത്തിന് കുട്ടിയിലെ 2 മണ്ഡലങ്ങളാണ്, ഒന്ന് വൈജ്ഞാനിക മണ്ഡലവും മറ്റൊന്ന് സഹവൈജ്ഞാനിക മണ്ഡലവും. ആ 2 മണ്ഡലവും ഒന്നുപോലെ പുഷ്ടിപ്പെട്ടാൽ മാത്രമേ ടോട്ടൽ ഡെവലപ്മെന്റ് പൂർണ്ണമായ വ്യക്തിയായി നമ്മുടെ കുട്ടി മാറുന്നുള്ളൂ. ഇപ്പൊ വൈജ്ഞാനിക മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടുന്ന എല്ലാം നമ്മുടെ വലിയ സിലബസുകളിലൂടെ പുസ്തകത്തിൽ നിറയ്ക്കപ്പെട്ട അറിവുകൾ ക്ലാസ് റൂമുകളിൽ അധ്യാപകർ നിങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് നിറയ്ക്കപ്പെടുകയാണ്. ചടങ്ങിൽ പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ഫാദർ ക്രിസ്റ്റി ജോസഫ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അജീഷ്, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സാബു അലക്സ്, ഫാദർ റൊണാൾഡം വർഗീസ്, വാർഡ് കൌൺസിലർ സിന്ധു ഉദയകുമാർ, PTA പ്രസിഡന്റ് ടൈറ്റസ് ലൂക്കോസ്, കാര്യർ എസ് നാസറുദ്ദീൻ, പി ബാനർജി, എസ് സുഷ, ആർ ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയും നടന്നു. ആരംഭിച്ച പുനലൂരിന്റെ ഈ വഴിത്താരകളെ പുളകമണിയിച്ചുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് 57ാമത് പുനലൂർ വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ ഉപജില്ലയുടെ സ്കൂൾ കലോത്സവം. ചരിത്രമുറങ്ങുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിനെ പുളകമണിയിക്കുവാൻ പരം സ്കൂളുകളിൽ നിന്നായി 4000-ലധികം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. 5 വേദികളിലായാണ് മത്സരം. നൃത്ത സംഗീത ഇനങ്ങളിലും ഉപകരണ സംഗീതങ്ങളിലുമായിരുന്നു തിങ്കളാഴ്ച മത്സരങ്ങൾ അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love.
BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634. മനോഹരവും ഉറപ്പുള്ളതുമായ ഫർണിച്ചറുകൾ സ്വന്തം പണിശാലയിൽ മാത്രം നിർമ്മിച്ചു നൽകുന്നു. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. എല്ലാവിധ തടികളും ഉരുപ്പിടികളും മൊത്തമായും ചില്ലറയായും മിതമായ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. പരവട്ടം മണിയാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തണൽ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടന കർമ്മം സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി ഭൂമിയിൽ ആവാസ വ്യവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത്രയൊക്കെ കടുത്ത ചിന്ത വേണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. പക്ഷേ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ഇന്ന് വലിയ അപകടത്തിലാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാര്യം ഇത്തരം ചടങ്ങുകളിലും ഇത്തരം വേദികളിലുമാണ് നിങ്ങൾക്കത് ചർച്ച ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് അപകടകരമായ പ്രവണതകൾ നമുക്ക് നമ്മുടെ മലയാളി സമൂഹത്തിനുണ്ട്. മനോഭാവത്തിൽ വരുന്ന മാറ്റം കൊണ്ട് വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരുത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പൊ വികസനത്തെ കുറിച്ച് തന്നെ ഒരു കാഴ്ചപ്പാട് ആളുകൾക്ക്, വലിയ സ്ട്രക്ചറുകൾ രൂപപ്പെടുത്തുക, വലിയ നാഷണൽ ഹൈവേ ഉണ്ടാക്കുക, ഫ്ലൈ ഓവർ ആണ് ഒരു പട്ടണത്തിലെ വികസനം എന്ന് പറയുമ്പോൾ ആദ്യം മനുഷ്യന്റെ മനസ്സിൽ വരേണ്ടത്. പക്ഷേ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം മനുഷ്യന്റെ മനോഭാവത്തിൽ വരുന്ന മാറ്റമാണ് ഏറ്റവും വലിയ മാറ്റം. അസോസിയേഷൻ പ്രസിഡന്റ് N ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. പുനലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ N സുനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി MS ഉദയൻ സ്വാഗതം ആശംസിച്ചു. ജനമൈത്രി പോലീസ് CRO ജോർജ് കുട്ടി, നഗരസഭാ കൌൺസിലർമാരായ സിന്ധു ബൈജു, സുജി ഷാജി, സ്നേഹനഗർ അസോസിയേഷൻ പ്രസിഡന്റ് C വിജയകുമാർ, പുനലൂർ പ്രേംനാഥ്, ഉഷ സദാനന്ദൻ, ലീന കുറുപ്പ്, സുധർമ്മ രവീന്ദ്രൻ, രാജൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ പേപ്പർ മിൽ ചരിവിളപ്പുത്തൻ വീട്ടിൽ റോയ്മോൻ എന്ന 39-കാരനാണ് ഹൃദയാഘാതം മൂലം തിങ്കളാഴ്ച മരണപ്പെട്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പുനലൂർ മാർക്കറ്റ് സ്റ്റാൻഡിലെ കൺവീനറായിരുന്നു. രാജിയാണ് ഭാര്യ. റീജ, റിജോ എന്നിവർ മക്കളാണ്. സംസ്കാരം ചൊവ്വാഴ്ച വാളക്കോട് കുന്നേൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ. പുനലൂരിൽ കാറിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. 2 പേർക്ക് പരിക്ക്. മരണപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശി ജോയി. അഞ്ചലിൽ നിരോധിത പാൻ മസാലയുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് തമിഴ്നാട് സ്വദേശികൾ. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി.
80 സ്കൂളുകളിൽ നിന്നായി 4000-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ, കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. പറഞ്ഞാലും നേരും പറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. നമ്മുടെ നാട്ടിലെ നിരവധി രസകരമായ കാഴ്ചകൾ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അവ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമുക്കത് ആഴ്ചവട്ടത്തിലൂടെ അവതരിപ്പിക്കാം. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9605234892.